ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് കോയമ്പത്തൂരിലെ ആദിയോഗി ഇഷ ഫൗണ്ടേഷൻ സെന്ററിലാണ്. ഈ കണ്ടതാണ് കവാടം. അപ്പോൾ ഞങ്ങൾ കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സൗകര്യമുണ്ട്. ഇവിടെ നിന്നാൽ തന്നെ പ്രതിമ കാണാം. ഇന്ന് അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയി. അപ്പോൾ ഇവിടെ മുൻഭാഗത്ത് തന്നെ കുറച്ച് കടകളൊക്കെ കാണാം. പ്രതിമയുടെ അടുത്തേക്കുള്ള ഈ വഴി തന്നെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഏകദേശം 4 മണിയായിട്ട് എത്തിയപ്പോൾ വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ലേസർ ഷോ തുടങ്ങുന്നത് 7 മണിക്കാണ്. അതിനു മുന്നേ ഞങ്ങൾ എല്ലാ സ്ഥലവും കാണാൻ പോവുകയാണ്. ഇനി ഞങ്ങൾ യോഗ സെന്റർ കാണാൻ പോവുകയാണ്. ഈ പ്രതിമയുടെ പുറകുവശത്ത് 1/2 കിലോമീറ്റർ മാറിയാണ് യോഗ സെന്റർ ഉള്ളത്. അവിടേക്ക് നമുക്ക് ഇലക്ട്രിക് വണ്ടിയിലോ കാളവണ്ടിയിലോ അല്ലാത്തവർക്ക് നടന്നോ പോവാവുന്നതാണ്. കാളവണ്ടിയിൽ യാത്ര ചെയ്യാൻ നമ്മൾ ടോക്കൺ എടുക്കണം. ഒരാൾക്ക് 10 രൂപയാണ് കേട്ടോ അതിന് വരുന്നത്. അപ്പം ഞങ്ങളും കാളവണ്ടിയിൽ കയറാമെന്ന് തീരുമാനിച്ചു. ഒരു വണ്ടിയിൽ 10 ആൾ വരെ പോകും. ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാളവണ്ടിയിൽ കയറുന്നത്. അപ്പോൾ ഇതൊരു രസകരമായ യാത്ര കൂടിയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ കടകളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ചെറിയൊരു യാത്രയ്ക്ക് ശേഷം യോഗ സെന്ററിലെത്തി. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ യോഗ സെന്ററിന്റെ പുറത്താണ് ഇട്ടുള്ളത്. ഇതിന്റെ ഉള്ളിലേക്ക് ഈ മൊബൈൽസ് ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ അടുത്തുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉള്ള വാല്യുബിൾ ഡെപ്പോസിറ്റ് കൗണ്ടറിൽ കൊടുത്തിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ഡെപ്പോസിറ്റ് കൗണ്ടറിലൊക്കെ ഫ്രീ ആണ്, നമുക്ക് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം പറയാം. അങ്ങനെ ഞങ്ങൾ യോഗ സെന്ററൊക്കെ കണ്ട് തിരിച്ചിറങ്ങി. ഞങ്ങൾ കൊടുത്തിരുന്ന സാധനങ്ങളൊക്കെ തിരിച്ച് വാങ്ങിച്ചു. തിരിച്ചു പോകുന്നപ്പം നടക്കുകയാണ് കേട്ടോ ചെയ്തത്. തിരിച്ചും നമുക്ക് ടോക്കൺ എടുത്താൽ കാളവണ്ടിയോ അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടിയിലോ പോരെ. പിന്നെ ഈ യോഗ സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അത്രയും ഭംഗിയായിട്ട് ഓരോ സ്ഥലങ്ങളും കാണാൻ. മനസ്സൊക്കെ ശാന്തമാക്കി യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു 6:45 ആയപ്പോഴേക്ക് ലേസർ ഷോയ്ക്ക് വേണ്ടി ഇരുന്നേ. നേരത്തെ ഇരിക്കാനുള്ള കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. കാരണം അത്രയും ജനങ്ങൾ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. ഈ 7 മണിക്ക് പൂജയൊക്കെ തുടങ്ങി. 7:30യോടെയാണ് നമ്മൾ ലേസർ ഷോ തുടങ്ങിയത്. His ecstasy and intensity allowed him to trick Devi Parvati, seeing Adiyogi reveling in ecstasy, drove them into intoxicated raptures. അപ്പോൾ നമ്മൾ ലേസർ ഷോ കഴിഞ്ഞു. 1/2 മണിക്കൂർ ഉണ്ടായിരുന്നു. 7:30 തുടങ്ങി 8 മണി വരെ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ലേസർ ഷോ. അത്ര ആൾക്കാരവിടെ കാണാനും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങളിവിടെ പോയവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണേ. ഇനി ഇതേപോലത്തെ വീഡിയോകൾക്കായി ആ ബെൽ ബട്ടണും കൂടി നിൽക്കണേ. അപ്പം ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.